നമസ്കാരം, ഏവർക്കും ക്രിക്കറ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏവരെയും ഞെട്ടിച്ച കാര്യമായിരുന്നു രോഹിത്തിൽ നിന്നും ശുഭ്മാൻ ഗില്ലിലേക്കുള്ള ക്യാപ്റ്റൻസി കൈമാറ്റം. അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ പാനലാണ് തീരുമാനം കൈക്കൊണ്ടത്. ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ച രോഹിത്തും കോഹ്ലിയും ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത്. രോഹിത്തിന്റെ കീഴിൽ ഇന്ത്യ കളിച്ച 56 മത്സരങ്ങളിൽ 42 എണ്ണത്തിലും വിജയം കണ്ടു. ഒരു മത്സരം സമനിലയായപ്പോൾ ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. 75% രോഹിത്തിന്റെ കീഴിലുള്ള വിജയശതമാനത്തിൽ 68.4% കോഹ്ലിയെയും 55% ധോണിയെയും മറികടന്ന് രോഹിത് ശർമ്മയാണ് വിജയ ക്യാപ്റ്റൻ. രോഹിത്തിന്റെ കീഴിൽ 2018-ലും 2023-ലും ഏഷ്യാ കപ്പും 2025-ലെ ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ നേടി. 2023 ലോകകപ്പിൽ രോഹിത് നേടിയ 597 റൺസ് ഒരു ടൂർണമെന്റിലോ ഒരു പരമ്പരയിലോ ഏകദിന ക്യാപ്റ്റൻ നേടുന്ന രണ്ടാമത്തെ ഉയർന്ന സ്കോറാണ്. ഒന്നാമതുള്ളത് ഇതിഹാസ താരം ഗ്രെയിം ചാപ്പലും. ക്യാപ്റ്റനായിരിക്കെ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ രണ്ട് താരങ്ങളിൽ ഒരു താരം രോഹിത് ശർമ്മയും മറ്റൊരു താരം മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സെവാഗുമാണ്. 2027 വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനമാണ് ക്യാപ്റ്റൻസി കൈമാറ്റം. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ഇനി എത്ര കാലം ഇന്ത്യൻ നീലക്കുപ്പായത്തിൽ കാണാൻ കഴിയുമെന്നത് ചോദ്യമാണ്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.